ഹായ് ഫ്രണ്ട്സ്, ലോലൂസ് എക്സ്പ്ലോറേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബനാന മഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ബനാന മഫിൻ അല്ലെങ്കിൽ കപ്പ് കേക്ക് നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, അതായത് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ബനാന മഫിൻ ഉണ്ടാക്കുന്നത്. ഈ ബനാന കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്റ്റാൻഡ് മിക്സറിൻ്റെയോ ഹാൻഡ് മിക്സറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതി. ഇത് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബനാന മഫിൻ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് ബനാന മഫിൻ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. 230 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ, 200 ഗ്രാം പഞ്ചസാര, 2 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാണ്, 130 ഗ്രാം ബട്ടർ, വാനില എസൻസ് 1 ടീസ്പൂൺ മതിയാവും, നട്ട്സ് ചോപ്പ് ചെയ്തതാണ്, ഇത് വാൾനട്ടാണ്, 1 കപ്പ് ചോപ്പ് ചെയ്ത നട്ട്സ്, 1 ടീസ്പൂൺ സിനമൺ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 3 വലിയ നന്നായി പഴുത്ത പഴം. ഇത് ഇവിടെയുള്ള റോബസ്റ്റ പഴം പോലത്തെ പഴമാണ്. നമുക്ക് നാട്ടിലുള്ള ഏത് പഴം വേണമെങ്കിലും, അതായത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഏത് പഴം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബൗളിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഇടാനും രണ്ടാമത്തെ ബൗള് വെറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇടാനും വേണ്ടിയിട്ടാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന വലിയ ബൗളിലേക്ക് നമ്മളെടുത്ത 230 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ ഇടുവാണ്. അതിനകത്തേക്ക് 200 ഗ്രാം ഷുഗർ, പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ സിനമൺ പൗഡർ. ഇതും ഓപ്ഷണലാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചിലർക്ക് ഈ സിനമൺ പൗഡർ ഇഷ്ടമല്ല, അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബനാന മഫിൻ. നമുക്ക് വീട്ടിൽ ഒരു സ്നാക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇതിനകത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇടുവാണ്. ഇത് ഞാനിവിടെ വാൾനട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കിപ്പോൾ ക്യാഷ്നട്ടോ ബദാമോ എന്ത് വേണമെങ്കിലും ഇതേപോലെ ഏത് നട്ട് വേണമെങ്കിലും ചോപ്പ് ചെയ്തിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഓൾറെഡി എല്ലാം മിക്സ് ചെയ്തു. ഞാനിതിങ്ങോട്ട് മാറ്റി വയ്ക്കുവാണ്. നമ്മൾ എടുത്ത 3 വലിയ ബനാന ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്കൊരു ഫോർക്ക് മാത്രം മതി. ആ ഫോർക്ക് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ഉടച്ച മതി. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നല്ല വലിയ കഷ്ണങ്ങളൊന്നുമില്ല. നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് നമ്മുടെ വെറ്റ് ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ബേക്കിംഗ് ഓവൻ ടോപ്പ് ബോട്ടം ഹീറ്റ് ആവുന്ന രീതിയിൽ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യുക. 60, 180. അപ്പോൾ ബേക്കിംഗ് ഓവൻ ഇല്ലെങ്കിലും നമുക്ക് മൈക്രോവേവ് ഓവനിൽ ബനാന മഫിൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ വെറ്റ് ഐറ്റംസ് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ബൗളിൽ 2 മുട്ട, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനി നമുക്കിതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ബനാന ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ്. അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. നമ്മൾ ഓൾറെഡി കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് നല്ലത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വെറ്റ് ഐറ്റംസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഡ്രൈ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഐറ്റംസിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെറ്റ് ഐറ്റം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഐറ്റത്തിലേക്ക് ഈ വെറ്റ് ഐറ്റംസ് മിക്സ് ചെയ്യാം. നമുക്ക് വലിയ മിക്സിങ്ങിൻ്റെ ആവശ്യമില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്താൽ മതി. ഈ പൊടിയെല്ലാം ഇതിനകത്തൊന്ന് മിക്സ് ആവുന്നവരെ നമ്മൾ ഫോൾഡ് ചെയ്യണം. പക്ഷെ ഓവറായിട്ട് ഫോൾഡ് ചെയ്യാനും പാടില്ല. നമ്മൾ വെള്ള നിറത്തിലുള്ള പൊടികൾ കാണാൻ പാടില്ലാത്ത അത്രയും നേരം നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതേണ്ട വെളുത്ത പൊടികളൊന്നും കാണുന്നില്ല. നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് പാനിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഇവിടെ മിക്സ് ഉണ്ടാക്കിയിരിക്കുന്ന 12 വലിപ്പമുള്ള മഫിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഈ മഫിന് കപ്പ് കേക്കിൻ്റെ പേപ്പർ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഇടാതെയും നിങ്ങൾക്ക് നേരിട്ട് ഇതിനകത്ത് ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് ഗ്രീസ് ചെയ്യണമെന്നേ ഉള്ളൂ. ബട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ടോ ഒന്ന് ഈ ബേക്കിംഗ് പാൻ ഒന്ന് ഗ്രീസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒരു വലിയ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഈ മിക്സ് ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പം നമുക്കിതിൻ്റെ ഫുള്ള് നമ്മൾ നിറച്ചൊഴിക്കാൻ പാടില്ല. അതായത് നിറച്ചൊഴിക്കുന്നതിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അത് ബേക്ക് ചെയ്യുമ്പോൾ മഫിൻ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. അപ്പം ഞാനിതിനകത്തേക്ക് ഒഴിക്കുവാണ് നമ്മുടെ മിക്സ്. നമുക്ക് നട്ട്സിന് പകരം ചോക്ലേറ്റ് ചിപ്സും ചേർക്കാം. ഇപ്പോൾ എനിക്ക് ഇവിടെ വിമ്പേട്ടനും എനിക്കും നട്ട്സാണ് കൂടുതൽ ഇഷ്ടം ചോക്ലേറ്റിനേക്കാളും. അതുകൊണ്ടാണ് നട്ട്സ് ചേർത്തത്. നാട്ടിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ചോക്ലേറ്റ് ചിപ്സ് ചേർക്കാം ഈ നട്ട്സിന് പകരം. അപ്പോൾ നമുക്കതിനെ ബനാന ചോക്ലേറ്റ് മഫിൻ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓവനിലേക്ക് മാറ്റാം ഇതിനെ. നമ്മുടെ ഓവൻ നന്നായിട്ട് പ്രീഹീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അത് ഓരോരുത്തരുടെ ഓവനെ ആശ്രയിച്ചിരിക്കും. ചിലർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഓവനിൽ ബേക്കാവും. അപ്പോൾ അത്ര നമുക്ക് ഇടയ്ക്ക് ശ്രദ്ധിക്കണം ഇത് കരിയുന്നുണ്ടോയെന്നൊക്കെ. ഇത് ബേക്ക് ആവാനായിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ ടൈം എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ബേക്കിംഗ് ടൈം കുറഞ്ഞോ കൂടിയോ ഇരിക്കും. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുന്നത് നന്നായിരിക്കും അത് വെന്തോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് നോക്കാം. അപ്പോൾ 20 മിനിറ്റ്സ് ആയി. നമുക്കിനി എടുത്ത് നോക്കാം. ഇതിൻ്റെ കളർ കണ്ടിട്ട് ഇതായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്കൊന്ന് ഒരു ചെറിയ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇതായിട്ടുണ്ട്. ഇതുമതേ പിടിച്ചിട്ടൊന്നുമില്ല ഒന്നും. അപ്പം നമ്മുടെ ബനാന മഫിൻ റെഡിയായി. അപ്പോൾ നമുക്കിനി ഇതിനെ കംപ്ലീറ്റ്ലി കൂൾ ഡൗൺ ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് വൈകിട്ട് ഉണ്ടാക്കി ഒരു ഓവർനൈറ്റ് ഫുള്ള് കൂൾ ഡൗൺ ചെയ്യാൻ വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ബനാന മഫിൻ കിട്ടും. അപ്പോൾ നമ്മുടെ ബനാന മഫിൻ നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിനെ വേറൊരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു മഫിൻ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കാണിക്കാം ഇത് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. ഇത് കണ്ടോ, വളരെ സോഫ്റ്റാണ്. അതേ നമ്മുടെ വാൾനട്ടൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, വളരെ നന്നായിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ബനാന മഫിൻ എന്ന് പറയുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഫോട്ടോസ് ഞങ്ങളുടെ ലോലൂസ് എക്സ്പ്ലോറേഷൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്ക് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.